നാവികസേനയുടെ രണ്ടാമത്തെ ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഉത്തരം അറിയാന്നുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തേ. നിങ്ങളുടെ OMR ഷീറ്റിൽ ചെയ്തതിന് ശേഷം അറിഞ്ഞുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അറിയാമെങ്കിൽ ചെയ്യുക, തെറ്റിക്കാൻ നിൽക്കരുത്. അറിയത്തില്ല ആർക്കും? ഇല്ല, അറിഞ്ഞുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻ ഡി തെലങ്കാനയാണ്. ഓപ്ഷൻ ഡി തെലങ്കാനയാണ്. അപ്പൊ ഇന്ത്യൻ നേവിയുടെ രണ്ടാമത്തെ ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ നിലയിൽ വരുന്നത് തെലങ്കാനയിലാണ്. തെലങ്കാനയാണ് നിലയിൽ വരുന്നത്. അപ്പൊ ഒന്നാമത്തെ അറിയോ? ഒന്നാമത്തെ സംസ്ഥാനത്ത് അറിയോ? പിള്ളേരെ ഒന്നാമത്തത് തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടിലാണ് ഒന്നാമത്. തമിഴ്നാട് തിരുനെൽവേലിയാണ് ഒന്നാമത് കേട്ടോ. തമിഴ്നാട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻ അത് എവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ തമിഴ്നാടും രണ്ടാമത്തെ തെലങ്കാനയാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ തെലങ്കാന. മറക്കണ, നല്ല ചോദ്യമാണ്. ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വിപരീത ഫലം വ്യക്തികളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ബാധിക്കുമെന്ന്, അത് കാലാവസ്ഥാ വ്യതിയാനത്തിലുള്ള വിപരീത ഫലം വ്യക്തികളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ബാധിക്കുമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതൊക്കെ വകുപ്പുകൾ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കോടതി ഈ അഭിപ്രായം വ്യക്തമാക്കിയത്? കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ വിപരീത ഫലം വ്യക്തികളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ബാധിക്കുമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതൊക്കെ വകുപ്പുകൾ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കോടതി അഭിപ്രായം വ്യക്തമാക്കിയതാണ് ചോദ്യം. ഉത്തരം അറിയാവുന്ന കമന്റ് ചെയ്തേ. എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും കമന്റ് ചെയ്തേ. ആരുമില്ല? ബി എന്തുവാ വരുന്നേ? ബി ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് അല്ലേ വരുന്നേ? ബി വരത്തില്ല. അത് 12 വരത്തില്ല. കുട്ടികളെ എ ആണ് ആൻസർ വരുന്നത്. എ ആണ് കേട്ടോ. 14ഉം 21. ഓക്കെ, ശരി. ഈ 21 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവിക്കാനുള്ള അവകാശം പറയുന്ന 21-ലാണ് അല്ലേ? 21 പറഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശം 21-ലാണ് പറയുന്നത്. ജീവിക്കാനുള്ള അവകാശം. അതുപോലെ തന്നെ 14 എന്താ പറയുന്നേ? 14 സമത്വത്തിനുള്ള അവകാശമാണ് പറയുന്നത് അല്ലേ? സമത്വത്തിനുള്ള അവകാശം. ഓക്കെ, അപ്പൊ അത് രണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ടാണ്, അത് എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ 14-ലാണ് എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സമത്വത്തിനുള്ള അവകാശം ആ ആർട്ടിക്കിളാണ് പറയുന്നത്. അതുപോലെ ജീവിക്കാനുള്ള അവകാശം പറയുന്നത് 21-ലാണ്. അപ്പൊ ആ രണ്ട് ആർട്ടിക്കിളുകളെ അല്ലെങ്കിൽ ആ രണ്ട് വകുപ്പുകളെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. കാലാവസ്ഥാ വ്യതിയാനത്തിലെ വിപരീത ഫലം വ്യക്തികളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞത് 14, 21 എന്നീ ആർട്ടിക്കിളെ വ്യാഖ്യാനിച്ചു കൊണ്ടാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഒളിമ്പിക്സിൽ ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ഏതെന്ന ചോദ്യം. നിങ്ങളുടെ ബുക്കിൽ ആദ്യം ചെയ്യും, നിങ്ങളുടെ OMR ആദ്യം ചെയ്യും. OMR ശരി, ഞാൻ പറയുമ്പോൾ കമന്റ് ചെയ്താൽ മതി. അനശ്വര മൈക്ക് ഓൺ ആണേ. ഉത്തരം കിട്ടിയവരൊന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി ബിൽക്കീസ് മിർ ആണ്. ബിൽക്കീസ് മിർ ആണ് ആൻസർ. ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കീസ് മിർ ആണ്. ഓക്കെ, ബിൽക്കീസ് മിർ ആണ്. ഓപ്ഷൻ ബി ബിൽക്കീസ് മിർ ആണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് നാളെ മുതൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് വൈകുന്നേരം 4 മണിക്ക് ശേഷം കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ടാവും. ഓക്കെ, എല്ലാ ദിവസവും ഉണ്ടാവും. ഒരു ദിവസം പോലും മുടങ്ങാതെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കണമെന്ന് ഞാൻ ജോബിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജോബിനായിരിക്കും എടുക്കുന്നത്. ഓക്കെ, കൃത്യമായി കയറി അറ്റൻഡ് ചെയ്ത് പോവുക. ജോബിന് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടേ. എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ആ സമയത്ത്, അതുകൊണ്ടാണ് കേട്ടോ. ജോബിനായിരിക്കും എടുക്കുന്നത് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ശരി. ഓക്കെ. അനശ്വര മൈക്ക് ഓണാണ്. അനശ്വര മ്യൂട്ട് ചെയ്തോ? അടുത്ത് 2024 പത്മശ്രീ നേടിയ ചിത്രം നമ്പൂതിരിപ്പാട് ഏത് മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ്? നമ്മൾ പഠിച്ചതാ ചിത്രം നമ്പൂതിരിപ്പാട് ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യം. ഏത് മേഖലയാ? ചിത്രം നമ്പൂതിരിപ്പാട് പഠിച്ചതാ. ക്ലാസ്സിനോടൊക്കെ റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഡി ഒക്കെ കറക്റ്റ് ഇവിടെയാണ്. നമ്പൂതിരിപ്പാട് ചുമ്മാ അറിഞ്ഞുകൂടെങ്കിൽ അങ്ങ് എഴുതി വിടുകയാണോ? ചിത്രം നമ്പൂതിരിപ്പാട് നമ്മൾ ഏതാ പഠിച്ചത്? കലയാണോ പഠിച്ചത്?
വിദ്യാഭ്യാസമാണ്. ഓപ്ഷൻ സി വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം. ഓക്കെ, ചിത്രം നമ്പൂതിരിപ്പാട് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം. റിവിഷൻ ചെയ്യുക, ക്ലാസ് നോട്ടൊക്കെ റിവിഷൻ ചെയ്യുക. ഓക്കെ, ക്ലാസ് നോട്ട് കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യുക, അല്ലാതെ നിങ്ങൾ നടക്കത്തില്ല. പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ടേ കാര്യമുള്ളൂ. അടുത്ത്, കേരളത്തിൽ ആദ്യമായി യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം ഏതാണ്? യൂറേഷ്യൻ നീർനായ, നല്ലൊരു ചോദ്യമാണ്. യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം ഏതാണ് ചോദ്യം. ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്തേ. ഏതാ ആൻസർ? ഓപ്ഷൻ ഡി ചിന്നാറാണ്. ചിന്നാറിലാണ് കേരളത്തിൽ ആദ്യമായി യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം. ചിന്നാറാണ് കേട്ടോ. ചിന്നാറാണ് കേട്ടോ. ചിന്നാർ. ഓക്കെ, ചിന്നാറിലാണ്. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാതി സംവരണം 65% ഉയർത്താൻ ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് ചോദ്യം. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാതി സംവരണം 65% ഉയർത്താൻ ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം. ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ബീഹാറാണ്. ബീഹാറാണ് ആൻസർ. കേട്ടോ. ബീഹാർ. ഓക്കെ എടാ, നമ്മുടെ കേരളത്തിലേക്ക് എത്ര ശതമാനമാണ് സംവരണം അറിയോ? 50%. 50%. ഓക്കെ, 50% സംവരണം വേണ്ടത്. ഓക്കെ, ബീഹാറിൽ അത് 65% ഉയർത്താനായിട്ട് എന്ത് ചെയ്ത് ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത്, ഇന്ത്യയിൽ ആദ്യത്തെ ബഹുഭാഷ AI പ്ലാറ്റ്ഫോം ഏതാണ് ചോദ്യം. ബഹുഭാഷ AI പ്ലാറ്റ്ഫോം നമ്മൾ പഠിച്ചിട്ടുള്ള ഓപ്ഷനാണ്. ബഹുഭാഷ AI പ്ലാറ്റ്ഫോം. ഉത്തരം കമന്റ് ചെയ്തേ. ബഹുഭാഷ AI പ്ലാറ്റ്ഫോം ഏതാ? ഓപ്ഷൻ എ കൃത്രിമാണ്. ഓപ്ഷൻ എ കൃത്രിമാണ് ആൻസർ. കൃത്രിം. ബഹുഭാഷ AI പ്ലാറ്റ്ഫോം ആണ് കൃത്രിം. അടുത്ത്, ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ് ചാങ്-E6? ചാങ്-E6 ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യം എന്നാണ് ചോദ്യം. ചാങ്-E6. ഓക്കെ, കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ചൈനയാണ്. ചൈനയുടെ ചാന്ദ്ര ദൗത്യമാണ് ചാങ്-E6. ചൈനയുടെ ചാന്ദ്ര ദൗത്യമാണ് ചാങ്-E6. ഓക്കെ, അടുത്ത്, 2022 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ള കായിക ഇനങ്ങളിൽ ഉൾപ്പെടാത്ത എന്നാണ്. പുതുതായി 2022 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ള കായിക ഇനങ്ങളിൽ പെടാത്ത എന്നാണ് ചോദ്യം. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. ഉത്തരം അറിയോ? പഠിച്ചിട്ടൊക്കെ ഉണ്ട്, റിവിഷൻ ചെയ്തിട്ടുള്ളവർ കിട്ടും അത്. ഓപ്ഷനെ തായ്ക്കൊണ്ടാണ് ആൻസർ കേട്ടാ. ഓക്കെ, തായ്ക്കൊണ്ട. അതായത് ക്രിക്കറ്റ് ഉണ്ട്, സ്ക്വാഷ് ഉണ്ട്, ഫ്ലാഗ് ഫുട്ബോൾ ഉണ്ട്. ക്രിക്കറ്റ്, സ്ക്വാഷ്, അതുപോലെ ഫ്ലാഗ് ഫുട്ബോൾ ഉണ്ട്. തായ്ക്കൊണ്ട ഇല്ല കേട്ടോ. തായ്ക്കൊണ്ട ഒരു മത്സര ഇനമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല. തായ്ക്കൊണ്ട ഇല്ല. ഓക്കെ, അടുത്ത, ഏത് രാജ്യത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ്? ഇത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാ. ഓപ്പറേഷൻ അജയ് അറിയാൻ കമന്റ് ചെയ്തേ. ഓപ്പറേഷൻ അജയ്. ഓപ്ഷൻ ബി ഇസ്രായേലാണ് ആൻസർ. ഓക്കെ, ഇസ്രായേലാണ് ഓപ്പറേഷൻ അജയ്. അടുത്ത 11ാം ചോദ്യം, G20 അംഗമായ ആദ്യ രാജ്യ കൂട്ടായ്മ ഏതാണ്? ചോദ്യം. രാജ്യ കൂട്ടായ്മ. G20 അംഗമായ ആദ്യ രാജ്യ കൂട്ടായ്മ അറിയാൻ കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഡി യൂറോപ്യൻ യൂണിയൻ ആണ്. G20 അംഗമായ ആദ്യ രാജ്യ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. നല്ല ചോദ്യമാണ്. അടുത്ത, ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി ആരാണ്? ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി ആരെന്നാണ് ചോദ്യം. ജി മാധവൻ നായർ, അഭിലാഷ് ടോമി, എസ് സോമനാഥ്, സന്തോഷ് ജോർജ് കുളങ്ങര. ഓപ്ഷൻ ബി അഭിലാഷ് ടോമിയാണ് ആൻസർ. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തില് സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളിയാണ് അഭിലാഷ് ടോമിയാണ് ആൻസർ കേട്ടോ. ഓക്കെ, നല്ല ചോദ്യമാണ്. അടുത്ത, ഇന്ത്യയിൽ ആദ്യമായി ജനിതക ഘടന കണ്ടെത്തിയ കടൽ മത്സ്യം ഏതാണ്? അടുത്ത ചോദ്യം. മത്തി, ചൂര, കോര ഇവയൊന്നുമല്ല. ഏതാ ആൻസർ? ജനിതക ഘടന കണ്ടെത്തിയത് ഏതിന്റെയാ? മത്തി. ഓക്കെ, മത്തിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. എന്തെന്നറിയാം? മത്തിക്ക് കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മത്സ്യവും ഏതാണ്? കേരള തീരത്ത് നിന്ന് ഏറ്റവും കിട്ടുന്ന മത്സ്യവും മത്തിയാണ്.
മതിയല്ല രേഷ്മ, മത്തി. 2 TH വരും. അഖിലിന് മതിയാണ്. മത്തിക്ക് 2 TH. ഓക്കെ. അപ്പൊ മത്തിയുടെ ജനിതഘടന കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഏറ്റവും കൂടുതലുള്ളത് മത്തിയിലാണ് കേട്ടോ. ഒമേഗ 3 ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള മത്സ്യമാണ് മത്തി എന്ന് പറയുന്നത്. കേരളത്തിന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം എന്നറിയോ? കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ചെമ്മീനാണ്. ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ചെമ്മീനും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തിയാണ് കേട്ടോ. ഏറ്റവും കയറ്റുമതി ചെമ്മീനാണ്. അടുത്ത്, ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ താരം ആരാണ്? ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ താരം ആരെന്ന ചോദ്യം. നീരജ് ചോപ്ര, പ്രവീൺ യാദവ്, ജയന്ത താലൂക്ദാർ, ഓജസ് പ്രവീൺ, ഡിയോ ടൈല. ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്തേ. ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പില് ഓപ്ഷൻ ഡി ഓജസ് പ്രവീൺ ഡിയോ ടൈലയാണ്. പഠിച്ചിരിക്കുക, നല്ലൊരു ചോദ്യമാണ്, വരാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ് കേട്ടോ ഇത്. ഓക്കെ, ഓജസ് പ്രവീൺ ഡിയോ ടൈലയാണ് ആൻസർ. ഓജസ് പ്രവീൺ ഡിയോ ടൈലയാണ് ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ താരം. ഓജസ് പ്രവീൺ ഡിയോ ടൈല. അടുത്ത്, ദേശീയപാത അതോറിറ്റി ദേശീയപാതയുടെ യാത്ര സൗകര്യപ്രദവും സുരക്ഷിതമാക്കുവാൻ വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? രാജ്മാർഗ് യാത്ര, ദേശീയ മാർഗ് യാത്ര, സുരക്ഷിത യാത്ര, NH സേഫ്റ്റി ആപ്പ്. ഓക്കെ, ഉത്തരം കമന്റ് ചെയ്തേ. ദേശീയപാത അതോറിറ്റി ദേശീയപാതയുടെ യാത്ര സൗകര്യപ്രദവും സുരക്ഷിതമാക്കാൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാ ചോദിച്ചിരിക്കുന്നത്. എന്തോ ആൻസർ ആർക്കറിയാം? ആരും വായിച്ചിട്ടില്ല, ഒരാൾ പോലും വായിച്ചിട്ടില്ല, എങ്ങും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇല്ല. ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് നോക്കാം. രാജ്മാർഗ് യാത്രയാണ് ആൻസർ. രാജ്മാർഗ് യാത്രയാണ് കേട്ടോ. ദേശീയപാത അതോറിറ്റി ദേശീയപാതയില് യാത്ര സൗകര്യപ്രദവും സുരക്ഷിതമാക്കാൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് രാജ്മാർഗ് യാത്രയാണ്. ഈ കേന്ദ്ര സർക്കാർ, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഇതിന്റെയൊക്കെ ഈ ആപ്പുകൾക്കൊക്കെ ഒരു പഴയ പുരാണ ടച്ച് വരും കേട്ടാ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കറക്കിയിരിക്കാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾ നോക്കിയാൽ ഈ പല ആപ്പുകൾക്കായാലും ഇപ്പൊ തന്നെ ആരോഗ്യ സേതു ആപ്പ്, മനസ്സിലായി? ആരോഗ്യ സേതു ആപ്പ് ഒരു പുരാണ ടച്ച്, ഒരു പ്രാചീന ടച്ച് വരും ഇതിനൊക്കെ. ഓക്കെ, അപ്പൊ ഇപ്പൊ രാജ്യമാർഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പഴയ ഒരു രാജകാലഘട്ടം അതൊക്കെ വരുന്നില്ലേ പിള്ളേരെ, അങ്ങനെ ഒരു ടച്ച് വരും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ കറക്കി എടുക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അമൃതകാല് സപ്തഋഷി, ഓക്കെ, കവച്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് പിള്ളേരെ. അതായത് ഇങ്ങനെയാണ്, ഈ ഒരു പഴയ കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരായിരിക്കും വരുന്നത് സാധാരണ. അപ്പൊ അങ്ങനെ നമുക്ക് കറക്കിയടിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ കറക്കിയടിക്കാനുള്ള ഒരു അവസരം ഇങ്ങനെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. ശരി, അടുത്ത്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ സമ്പർക്ക ക്രാന്തി രചിച്ചത് ആരാണ്? ഇത് ഞാൻ പഠിപ്പിച്ചത്. സമ്പർക്ക ക്രാന്തി ആരാ? കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ബി ഷിനിലാലാണ് കേട്ടോ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ സമ്പർക്ക ക്രാന്തി രചിച്ചത് ആരാണ്? ബി ഷിനിലാൽ. ഓക്കെ, അടുത്ത്, 2023 ഫാൽക്കൺ 9 റോക്കറ്റ് ഏത് അന്തരീക്ഷ പാളിയിലാണ് വിള്ളൽ സൃഷ്ടിച്ചത്? 2023 ഫാൽക്കൺ 9 റോക്കറ്റ് ഏത് അന്തരീക്ഷ പാളിയിലാണ് വിള്ളൽ സൃഷ്ടിച്ചതെന്ന ചോദ്യം. എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ, കാരണം നമ്മളിത് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇത് ക്വിസിലൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്തേ. ആർക്കും അറിയത്തില്ല, ആരും വായിച്ചിട്ടൊന്നുമില്ല. അപർണ. ഓക്കെ, ഓപ്ഷൻ ഡി അയണോസ്ഫിയർ ആണ് ആൻസർ. അയണോസ്ഫിയർ ആണ്. ഓക്കെ, ഫാൽക്കൺ 9 നമ്മുടെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഏത് അന്തരീക്ഷ പാളിയിലാണ് വിള്ളൽ സൃഷ്ടിച്ചത് കേട്ട് കഴിഞ്ഞാൽ അത് അയണോസ്ഫിയർ ആണ് കേട്ടോ ആൻസർ. അയണോസ്ഫിയർ. ഓക്കെ, കേരളത്തിൽ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈനെ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷ്യമാലിന്യം സംസ്കരിക്കുന്ന കോർപ്പറേഷൻ ഏതാണ്? ഏതാണ് ചോദ്യം. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈനെ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷ്യമാലിന്യം സംസ്കരിക്കുന്ന കോർപ്പറേഷൻ ഏതാണ് ചോദ്യം. അതേ കൗണ്ട് ചെയ്തേ. വായിച്ചിട്ടുള്ള ഉണ്ട് വായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഓപ്ഷൻ ബി കാരണം ഓപ്ഷൻ ബി കൊച്ചിയാണ്, പഠിച്ചോണേ. അതായത് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈനെ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷ്യമാലിന്യം സംസ്കരിക്കുന്ന കേരളത്തിലെ കോർപ്പറേഷൻ ആണ് കൊച്ചി കോർപ്പറേഷൻ ആണ് കേട്ടോ. ഓക്കെ,
അടുത്ത തന്നിരിക്കുന്നവയിൽ 2023 ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? ദയാവധം നിയമം വിധേയമാക്കിയ രാജ്യം എന്നാണ് ചോദ്യം. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം ഓപ്ഷൻ ഡി പോർച്ചുഗലാണ് കേട്ടോ. പോർച്ചുഗലിലാണ് ദയാവധം നിയമവിധേയമാക്കിയത് കേട്ടോ. ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം പോർച്ചുഗലാണ് കേട്ടോ. പോർച്ചുഗൽ. ഓക്കെ, ശരി. അടുത്ത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ് ചോദ്യം. സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് നമ്മൾ എന്താണ് പഠിച്ചതായത്? സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പഠിച്ചതാ. അത് ഞാൻ കമന്റ് ചെയ്തേ. സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാ? സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഓപ്ഷൻ എ കലങ്ങുമുകളാണ് കേട്ടോ. കലങ്ങുമുകളാണ് സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ്. കലങ്ങുമുകളാണ് ഓപ്ഷൻ എ. കലങ്ങുമുകളാണ് ആൻസർ. ഓക്കെ, അടുത്ത മലയാളത്തിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ചേരുംപടി ചേർക്കുക. വായു, ഐശ്വര്യം, മുഖം, സന്യാസി, യതി, ആനനം, ഭൂതി, സമീരൻ. ഓക്കെ, ചേരുംപടി ചേർത്തോ? സമയം എടുത്ത് ചേർത്തോ? 1 മിനിറ്റ് ഒക്കെ എടുത്തോ? നിങ്ങൾ ആലോചിച്ച് ചേർത്താൽ മതി. ഓക്കെ, കഴിഞ്ഞെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഉത്തരം കമന്റ് ചെയ്തേ. ഏതാ ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ വായു. വായുവിന് തുല്യമായിട്ടുള്ളത് ഏതാ? വായു. വായുവിന് 4ാമത്തത് സമീരൻ അല്ലേ? സമീരൻ. സമീരൻ. ഓക്കെ, A4 വരും. അടുത്തത് ബി ഐശ്വര്യം. ഐശ്വര്യം എന്ന വാക്കിന് തുല്യമായിട്ട് വരുന്നത് ഏതാണ്? ഐശ്വര്യം ഏതാ കുട്ടികൾ? ഐശ്വര്യം. ഐശ്വര്യം അറിയത്തില്ലേ? അപ്പോൾ ഐശ്വര്യം ഭൂതി. ഏതാണ്? ഭൂതിയാണ് വരുന്നത് കേട്ടോ. ഭൂതി. ഓക്കെ, അപ്പൊ B3 വരും. B3 വരും കേട്ടോ. B3 വരും. അടുത്ത് സി മുഖം. സി മുഖം. മുഖത്തിന് ഏത് വരും? മുഖം. മുഖം ഏതാ കുട്ടികളെ? മുഖം ആനനമാണ് അല്ലെ? മുഖം ആനനമാണ്. ഓക്കെ, അപ്പൊ C2 വരും. C2 വരും. ഓക്കെ, അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ സന്യാസി. സന്യാസിക്ക് ഏത് വരും കുട്ടികളെ? സന്യാസിക്ക് ഏത് വരും? സന്യാസിക്ക് ഏത് വരും? സന്യാസിക്ക് യതി വരും അല്ലെ? യതി. ഓക്കെ, 2 വരും. ഓക്കെ, 2 അല്ല 1. C1 അല്ലല്ലോ. സെക്കൻഡേ. സി, അതായത് മുഖം. മുഖം ആനനം 2 വരും. അതുപോലെ തന്നെ ഡിക്ക് 1 വരും. ഓക്കെ, കറക്റ്റ്. ക്ലിയർ ആണ്. അപ്പം ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. പിരിച്ചെഴുതുക. ദേഹത്തെ. ദേഹത്തെ എന്ന വാക്കിനെ പിരിച്ചെഴുതണം. ദേഹത്തെ എന്ന വാക്കിനെ പിരിച്ചെഴുതണം. ദേഹത്തെ എന്ന വാക്കിനെ പിരിച്ചേ ഏത് വരും? സിമ്പിൾ ചോദ്യം. ഓപ്ഷൻ ബി ദേഹം പ്ലസ് എ. ദേഹം പ്ലസ് എ ആണ് ദേഹത്തെ. ദേഹം പ്ലസ് എ ആണ് ദേഹത്തെ. ഓക്കെ, അടുത്ത സാരം എന്ന പദത്തിന്റെ വിപരീതം എഴുതുക. സാരം എന്ന പദത്തിന്റെ വിപരീതം എഴുതുക. സാരം എന്ന പദത്തിന്റെ വിപരീതം. ഈസി ക്വസ്റ്റ്യൻ ആണ്, പറഞ്ഞേ. അപ്പോൾ സാരം നിസ്സാരം. സാരം നിസ്സാരം. ഓക്കെ, അടുത്ത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. പൂജക ബഹുവചനം. പൂജക ബഹുവചനം. നിങ്ങൾ, ബന്ധുക്കൾ, അമ്മമാർ, അവർഗർ. ഏതാ പിള്ളേരെ പൂജക ബഹുവചനം? ഓപ്ഷൻ ഡി അവർകളാണ് കേട്ടോ. അവർകൾ. അവർകളാണ് കേട്ടോ. അവർകൾ. പൂജക ബഹുവചനം അവർകളാണ് കേട്ടോ. അവർകൾ. ഓക്കെ, ശരി. അടുത്ത് വിദുഷി എന്ന പദത്തിന് അനുയോജ്യമായ പുല്ലിംഗ രൂപം ഏതാണ്? വിദുഷി എന്ന പദത്തിന് അനുയോജ്യമായ പുല്ലിംഗ രൂപം ഏതാണ്? വിദുഷി എന്ന സ്ത്രീലിംഗമാണ് അല്ലെ പുല്ലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? ഏതാ പുല്ലിംഗം? വളരെ വിദുഷി വിദ്വാൻ അല്ലെ? വിദുഷി വിദ്വാൻ. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ കമ്പാരിസൺ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. വിദുഷി വിദ്വാൻ. അടുത്തത് ശ്രദ്ധിച്ച് ചെയ്യണേ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചില്ലേ തെറ്റുവേ. കാലത്ത് വന്ന മഴയും, ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്ന്. ഈ പഴമൊഴിയുടെ അർത്ഥം എന്താണ്? ശ്രദ്ധിച്ച് ചെയ്യുക. കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും. ഈ പഴമൊഴിയുടെ അർത്ഥം എന്താണ്? പിള്ളേരെ ഓപ്ഷൻ സി 2ഉം പോകില്ലെന്നാണ് കേട്ടോ. നമ്മള് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ഇത് അനവസരത്തിലെ പ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ എ കറുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് കേട്ടാ. ഓക്കെ, കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും, അത് 2ഉം പോകില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മുൻപ് ചെയ്തിട്ടുണ്ട്. അതന്നെ, ഇത് പ്രീവിയസ് ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അന്തിക്ക് വിരുന്ന് വന്നാൽ പിന്നെ രാത്രി യാത്ര രാവിലെ അവിടെ കിടക്കൊന്നും വളർത്ത് വെച്ചിരുന്നാ നിങ്ങള്.
അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യും. ആ ഡെയിലി വർക്കൗട്ടിൽ ഉണ്ടായിരുന്ന. ഓക്കെ ഓക്കെ. ആ അടുത്ത ഒറ്റപ്പദം എഴുതുക. പറയാൻ ഉദ്ദേശിച്ചത്. പറയാൻ ഉദ്ദേശിച്ചത്. പറയാൻ ഉദ്ദേശിച്ചത്. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. ആ ഓപ്ഷൻ എ വിവക്ഷിതമാണ് അല്ലേ? വിവക്ഷിതം. ഓക്കെ, വിവക്ഷിതമാണ്. പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതമാണ്. പറയാനുള്ള ആഗ്രഹം ഏതാ? പറയാനുള്ള ആഗ്രഹം ഇതിലുണ്ടോ ആൻസർ? പറയാനുള്ള ആഗ്രഹം. പറയാനുള്ള ആഗ്രഹമാണെങ്കിൽ വിവക്ഷ. പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ. പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതമാണ്. പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതം. പറയാനുള്ള ആഗ്രഹമാണെങ്കിൽ വളരെ വിവക്ഷയാണ്. പറയാനുള്ള ആഗ്രഹം വിവക്ഷയാണ്. പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ വിവക്ഷിതം. വിവക്ഷിതമാണ്. ഓക്കെ, ശരി. അടുത്ത ജനനിബിഡം. വിഗ്രഹിക്കുക. ജനനിബിഡം എന്ന വാക്കിനെ വിഗ്രഹിക്കണം. ജനനിബിഡം. ഒന്ന് വിഗ്രഹിച്ചേ. ജനനിബിഡം വെച്ചാൽ ജനങ്ങളാൽ നിബിഡമായത് എന്നാണ് അർത്ഥം വരുന്നത് അല്ലെ? ജനനിബിഡം, ജനങ്ങളാൽ നിബിഡമായത്. ഓക്കെ, ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. കൊടുങ്കാറ്റും പേമാരിയും ഭൂകമ്പവും കൊടുങ്കാറ്റും പേമാരിയും ഭൂകമ്പവും കടൽക്ഷോഭം നാശം വിതച്ച കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. അല്ല, ഞാൻ വായിക്കല്ല, ഞാൻ വായിച്ചത് നിങ്ങൾക്ക് എളുപ്പമോ? നിങ്ങൾ എന്നെ സ്വന്തമായിട്ട് വായിച്ച് ഏതാണ് ശരിയായെന്ന് കണ്ടെത്ത്. ശരിയാവത്തില്ല, ഞാൻ വായിക്കണില്ല. നിങ്ങൾ വായിച്ചോ, കേട്ടിരിക്കുക. കിട്ടിയാടേ? കിട്ടിയാ? കൺഫ്യൂഷൻ ആണോ? ഉള്ള ഓപ്ഷൻ സി വരും. സി ഡി ഒരുപോലെ ഇരിക്കാനായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും? സി ഡി ഒരുപോലെയാണ് ഇരിക്കണേ. എന്തെങ്കിലും വ്യത്യാസം കണ്ടാൻ പറ്റിയെന്നുണ്ടോ? ഒരുപോലെ ഇരിക്കുകയാണ് സി ഡിയും. വിതച്ച കാലഘട്ടത്തിന് ശേഷം അവിടെ ഒരു സിയിൽ ഗ്യാപ്പ് ഉണ്ട്, ഡിയിൽ ഗ്യാപ്പ് വന്നിട്ടില്ല. വിതച്ച കാലഘട്ടം ഒരുമിച്ച് കിടക്കുക. മനസ്സിലായ? ഗ്യാപ്പില്ല. അത് തന്നെ, വിതച്ച കാലഘട്ടം. ഡിയിൽ നോക്കിയാൽ മതി. കൊടുങ്കാറ്റും പേമാരിയും ഭൂകമ്പവും കടൽക്ഷോഭവും നാശം വിതച്ച കാലഘട്ടമാണ്. വിതച്ച കാലഘട്ടത്തിനുള്ള സ്പേസ് ഇല്ല, അതാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒബ്സർവേഷൻ നോക്കുക, നന്നായി ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ നിങ്ങൾക്കൊക്കെ ഭയങ്കര കഴിവാണല്ലോ. എന്നാലും നിങ്ങൾ ഇന്ന് ഈ പെരുന്നാളൊക്കെ ആയിട്ട് നിങ്ങൾ ഈ പെരുന്നാളിന്റെ ടീമുകൾ വിളിച്ചിട്ട് ഒരു നേരത്തെ ആഹാരം തരാത്തല്ലേ നമുക്കൊക്കെ? ഞാൻ ഉച്ചവരെ വീട്ടിൽ ചോറ് വെക്കണമെന്ന് പറഞ്ഞു. ആരെയും വിളിക്കുന്നത് വിചാരിച്ചിട്ട്. ഓണം വരട്ടെ. ഓണം വരട്ടെ. വയനാട്ടിലേക്ക് വരുമോ? വയനാട്ടിലേക്ക് എനിക്ക് വന്ദേ ഭാരത് യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ അവിടെ ഇല്ലല്ലോ. കോഴിക്കോട് വരെ കണ്ടില്ലേ ഉള്ളൂ. ഗസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ, അടുത്ത ദിവസം നോക്കിയോ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. സ്വച്ഛന്തം. ഞാൻ വായിക്കല, എല്ലാവരും പോലെ ഇരിക്കുന്നത്. കണ്ടുപിടി. ശരിയായ പദം കണ്ടുപിടി. കിട്ടിയോ? ശരിയായ പദം കിട്ടിയോ? ഏതാ ആൻസർ? അവിടെ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ബി ആണേ. അടുത്ത, സൈമൺ ബൊളീവർ സ്പാനിഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച രാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ് ചോദ്യം. സൈമൺ ബൊളീവർ സ്പാനിഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച രാജ്യങ്ങളിൽ പെടാത്ത ഏതാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. സൈമൺ ബൊളീവർ മോചിപ്പിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമൊക്കെ പഠിച്ച സമയത്ത്. കമന്റ് ചെയ്ത് ഏതൊരു ആൻസർ. അവിടെ ഓപ്ഷൻ ഡി ഖാന. ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. അതായത് അപ്പൊ നിങ്ങൾ പഠിച്ചു വേണം. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ കേട്ടോ. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ അത് പഠിച്ചു വെച്ചു വേണം കേട്ടാ. അടുത്ത ചോദ്യം.
റൗലറ്റ് നിയമത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായവ ഏതല്ല? റൗലറ്റ് നിയമം നിലവിൽ വന്ന വർഷം 1918. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാനും അധികാരം നൽകുന്നു. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. 1918 ഏപ്രിൽ 6 പ്രതിഷേധ ദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഇതിൽ ഏതൊക്കെയാ തെറ്റ് വരുന്നത്? ഒന്നാമത്തത് തെറ്റാണ്. അതായത് റൗലറ്റ് നിയമം നിലവിൽ വന്ന വർഷം 1919, അത് തെറ്റാണ്. രണ്ടാമത്തെ ശരിയാണ്. മൂന്നാമത്തെയും ശരിയാണ്. നാലാമത്തെ തെറ്റാണ്. കാരണം ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 19 അല്ലേ? 19 ഏപ്രിൽ 6 പ്രതിഷേധ ദിനമായി ആചരിക്കാനാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. അപ്പോഴ് 1ഉം 4ഉം തെറ്റെന്ന് വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം. ദണ്ഡി യാത്ര, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം, ചൗരി ചൗര സംഭവം എന്നിവ കാലഗണന ക്രമത്തിൽ രേഖപ്പെടുത്തുക. ഈ പറഞ്ഞതിനെ കാലഗണന ക്രമത്തിൽ രേഖപ്പെടുത്തണം. ഓക്കെ, ഒന്ന് രേഖപ്പെടുത്തിയ നിങ്ങള് എപ്പോഴാണ് കാണിക്കരുത് തെറ്റും. കിട്ടിയത് കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കെ, ഇത് കൂടുതൽ നോക്കാനൊന്നുമില്ല. അതായത് ഇങ്ങനെ നമ്മൾ വായിച്ചു നോക്കണം. അതായത് ദണ്ഡി യാത്ര, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം, ചൗരി ചൗര സംഭവം. ഇതിൽ ആദ്യമാണ് ഏത് നോക്കണം. ആദ്യമാണ് ഏതാ? ആദ്യമാണ് 1920 1920 നിസ്സഹകരണ പ്രസ്ഥാനം അല്ലേ? 1920 നിസ്സഹകരണ പ്രസ്ഥാനം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. അത് മാത്രം ആദ്യമുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കണം. നമ്മൾ വെറുതെ സമയം കളയണ്ടല്ലോ. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് അത് മാത്രം ആദ്യമാണ് ഒരു ഓപ്ഷൻ ബി ഓപ്ഷൻ ആണ്. ഓക്കെ, നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായ? വേറെ ഓപ്ഷനിലൊന്നും നിസ്സഹകരണ പ്രസ്ഥാനം ഫസ്റ്റ് കിടപ്പില്ലല്ലോ. ഓക്കെ ഓക്കെ, ശരി. അപ്പോഴ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നിസ്സഹകരണ പ്രസ്ഥാനം 1920 മലബാർ കലാപം 1921. ഓക്കെ, 1921. ചൗരി ചൗര 22, വൈക്കം സത്യാഗ്രഹം 24, ദണ്ഡി യാത്ര 30, ക്വിറ്റ് ഇന്ത്യ 42 അല്ലേ? ക്വിറ്റ് ഇന്ത്യ 42 ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഈ രീതിയിലൊരു ചോദ്യം നിങ്ങൾക്ക് ഏതെങ്കിലും ചിലപ്പോഴും നിങ്ങൾക്ക് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചോദ്യം ഇങ്ങനെ കാലഗണന ക്രമത്തിൽ എഴുതാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടാ. ഉറപ്പായിട്ട് ചിലപ്പോൾ ചോദിക്കും. നല്ലൊരു ചോദ്യമാണ് അത് വരാൻ പറ്റിയ. ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളിൽ പെടാത്ത വ്യക്തി ആരെന്നാണ് ചോദ്യം. ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളിൽ ഉൾപ്പെടാത്ത ആരെന്നാണ് ചോദ്യം. കമന്റ് ചെയ്തേ. ഈസി ക്വസ്റ്റ്യൻ ആണ്, അവിടെ ഒന്നും ആലോചിക്കാൻ സമയമില്ല. ഓപ്ഷൻ എ ബാരിസ്റ്റർ പിള്ള, ബാരിസ്റ്റർ GP പിള്ളയാണ് ഉൾപ്പെടാത്തത്. ബാക്കി 3 പേരും ഉണ്ട്. അടുത്ത് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നാണ് പഴശ്ശി സമരങ്ങൾ. മൈസൂർ ഭരണാധികാരികൾക്ക് എതിരെ നടത്തിയ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാരെ പഴശ്ശിരാജ സഹായിച്ചു. അടുത്ത് സഹായത്തിന് പ്രത്യുപകാരമായി കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ പഴശ്ശിക്ക് വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനം പാലിക്കാതെ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ കുറുമ്പറാട്ട് രാജാവിന് നൽകി. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഉത്തരം കമന്റ് ചെയ്യുള്ളവർ ഏത് ആൻസർ? ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ഓക്കെ, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരം. വളരെ ശരിയാണ്. അടുത്ത മൈസൂർ ഭരണാധികാരികൾക്ക് എതിരെ നടത്തിയ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാരെ പഴശ്ശി സഹായിച്ചു. ഇത് പല ആൾക്കാരും എന്ത് ചെയ്യുന്നറിയാമോ? തെറ്റടിക്കും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് അത് തെറ്റാകും എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കണ്ട ഉടനെ തെറ്റാണെന്ന് വിചാരിക്കരുത്. ഇവിടെ നിങ്ങൾ അങ്ങനെ ആലോചിക്കും, പഠിച്ചില്ലാത്ത ആൾക്കാർ അങ്ങനെ പഴശ്ശിയെ സഹായിക്കും ബ്രിട്ടീഷുകാരെ. ഓക്കെ, ശരി. അപ്പൊ അത് നിങ്ങൾ പഠിപ്പ് ക്ലാസ് കിട്ടിയായിരുന്നല്ലോ ഇത്. ഓക്കെ, അപ്പോഴ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക. അത് ശരിയാണ്. മൂന്നാമത്തെയും ശരിയാണ്. നാലാമത്തെയും ശരിയാണ് കേട്ടാ. ഓക്കെ, എല്ലാം ശരിയാണ്. അടുത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണെന്ന് ചോദ്യം. കമന്റ് ചെയ്തേ.
ഓപ്ഷൻ ഡി കായാന്തരിത ശിലകൾ. കായാന്തരിത ശിലകൾ. ഓപ്ഷൻ ഡി കായാന്തരിത ശിലകൾ. അടുത്ത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെക്ക് പടിഞ്ഞാറൻ, വടക്കിഴക്കൻ എന്നിങ്ങനെ 2 മൺസൂൺ കാലങ്ങൾ കേരളത്തിൽ അനുഭവപ്പെടുന്നു. വടക്കിഴക്കൻ മൺസൂൺ മഴക്കാലം തുലാവർഷം എന്നറിയപ്പെടുന്നു. വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രത്യേകതയാണ്. കേരളത്തില് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കിഴക്കൻ മൺസൂണിൽ നിന്നാണ്. ഇത് തെറ്റായത് കണ്ടെത്തിയ പിള്ളേരെ? ഏതാ തെറ്റ്? പിള്ളേരെ ഇവിടെ 3ഉം 4ഉം തെറ്റാണ്. 3ലെ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴ വരുന്നത് ഏതിലാണ് വരുന്നത്? അത് വടക്കിഴക്കൻ മൺസൂണിലാണ്. ഇവിടെ പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? വൈകുന്നേരങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ, ഉച്ചയ്ക്ക് ശേഷം ഇടിയോട് കൂടിയ മഴ പെയ്യുന്നത് അത് ഏതിലാണ്? അത് വടക്ക് കിഴക്കൻ മൺസൂണിലാണ്. ഓക്കെ. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ 2 സ്റ്റേറ്റ്മെന്റും എന്ത് ചെയ്തത്? തെറ്റായത്. ആ 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള കാരണം അതാണ്. അത് രണ്ടുമാണ് തെറ്റുകൾ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഈസി ക്വസ്റ്റ്യൻ. സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏത്? പെട്ടെന്ന് കമന്റ് ചെയ്ത്. സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്ത എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി കോസിയാണ്. കോസി. അടുത്ത തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തര മഹാസമുദ്രത്തിലെ പഞ്ചാബ്, ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഈ പ്രദേശത്ത് പുതുതായി നിക്ഷേപിക്കുന്ന എക്കൽ മണ്ണിന്റെ പേര് ഭംഗാർ. പഴയ എക്കൽ നിക്ഷേപത്തിന്റെ പേര് ഖാദർ. നദീതീരത്തും ഡെൽറ്റ പ്രദേശത്തും കാണപ്പെടുന്ന എക്കൽ മണ്ണിന് ഫലപുഷ്ടി കൂടുതലാണ്. നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ എന്നിവയുടെ ഉൽപാദനത്തിന് എക്കൽ മണ്ണ് ഗുണകരമാണ്. ഇതിലേതാണ് തെറ്റ്? പെട്ടെന്ന് നമുക്ക് എല്ലാം ശരിയായിട്ട് തോന്നുമെങ്കിലും ബി ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ. പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിന്റെ പേരെന്താ? എന്താ പിള്ളേരെ? പുതുതായി നിക്ഷേപിക്കുന്നത് ഖാദറാണ് അല്ലെ? ഖാദർ. പുതിയതായി നിക്ഷേപിക്കുന്നത് ഖാദറാണ്. പഴയതാണ് ഭംഗാർ. ഓക്കെ. കണക്ഷൻ വേണോ? ഖാദറിനും ഭംഗാറിനും കണക്ഷൻ? പുതിയ ഖാദറ. പഴയ സാധനങ്ങളിലല്ല ഫംഗസ് പിടിക്കുന്നേ. പഴയ സാധനങ്ങളിലാണ് ഫംഗസ് പിടിക്കുന്നത് ഓർത്താൽ മതി കേട്ടാ. പഴകുന്ന സാധനങ്ങളിലാണ് ഫംഗസ് പിടിക്കുന്നത്. ഓക്കെ. പഴയ സാധനങ്ങളിലാണ് ഫംഗസ് പിടിക്കുന്നത് ഓർത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ വടക്കൻ കേരളത്തിലൊക്കെ ഈ പുതിയാപ്പിള എഴുതാതെ പുതു മണവാളനല്ലേ പുതിയാപ്പിള എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. പുതിയാപ്പിളയുടെ പേര് ഖാദർ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഖാദർ പുതിയാപ്പിള എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ പുതിയത് ഖാദർ. എങ്ങനെയും കണ്ടു വയ്ക്കുക. എന്റെ കണക്ഷനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓർത്ത് വെച്ചത് ഇങ്ങനെയാണ്. ഈ ഫംഗസ് പിടിക്കുന്ന പഴയ സാധനങ്ങളാണ് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോഴ് ഫംഗർ പഴയതും ഖാദർ പുതിയതും. ഓക്കെ. പുതിയാപ്പിള ഖാദർ എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടാ. പുതിയാപ്പിള ഖാദർ. ഖാദർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു പ്രശസ്തമായ ആംബുലൻസ് സർവീസ് ആണ് ഖാദർ. കേട്ടിട്ടില്ലേ? ഖാദർ ആംബുലൻസ് സർവീസ്. പുയ്യാപ്പിള ഫിഷ് അവിടെ പുയ്യാപ്പിള ഫിഷ് ഉണ്ടല്ലോ. സാറെ കിളിമീനിനെ പുയ്യാപ്പിളാന്നാ പറയാ ഗുരുവായൂർ ഭാഗത്തൊക്കെ. നിങ്ങളുടെ കിളിമീൻ. ഞാൻ ഒരിക്കൽ ആലപ്പുഴ, ഇപ്പോഴൊന്നുമില്ല, കുറെ കാലം മുമ്പ് ഒരു BSc പരീക്ഷ എഴുതാൻ പോയ സമയത്ത് ഞാൻ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടാ. ഫുഡ് കഴിക്കുന്ന സമയത്ത് അവരിങ്ങനെ മീനിന്റെ പേരൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടാ. അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇവരിങ്ങനെ പറഞ്ഞത് കിളിമീൻ എന്ന് പറഞ്ഞു. കിളിമീൻ. കിളിമീൻ ഇതൊരു കേട്ടില്ല, അതൊരു വെറൈറ്റി സാധനമാണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ സാഹോദരൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തോ വെറൈറ്റി സാധനം ഇപ്പൊ വരുമെന്ന്. അങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ്. കൊണ്ടുവച്ചത് ഈ ഞവര. എനിക്ക് വീട്ടിൽ പോലും വെച്ച ഇഷ്ടമുള്ള സാധനമാണ് ഞവര എന്ന് പറഞ്ഞ സാധനം. ഞവരയാണ് നിങ്ങൾ ഈ പറയുന്ന കിളിമീൻ. ഓറഞ്ച് കളറിൽ ഇരിക്കുന്ന സാധനം. അത് ഭംഗി മാത്രമേ ഉള്ളൂ ആ സാധനത്തിന്, വലിയ ടേസ്റ്റ് ഇല്ല. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂപടത്തിലെ നിറങ്ങളും സവിശേഷതകളും ചേരുമ്പടി ചേർക്കുക. നമ്മൾ പഠിച്ചതാ ഭൂപടം. ഒക്കെ ചേരുമ്പടി ചേർത്തേ പെട്ടെന്ന്. കിട്ടിയ ഉത്തരം? അവിടെ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ. അതായത് എ പച്ച. ഏതാ വരുന്നത്? എ പച്ച ഏതാ വരുന്നത്?
നൈസർഗിക സസ്യജാലങ്ങളല്ലേ, അപ്പൊ 1 വരും. അടുത്ത് ബി മഞ്ഞ ഏത് വരും? ബി മഞ്ഞ. ഞാൻ പറഞ്ഞിട്ടുണ്ട് മഞ്ഞ കളറിൽ കൃഷിയിടങ്ങളൊക്കെ അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പം കൃഷിയിടം വരും 3. ഓക്കെ. അടുത്ത് സി ചുമപ്പ് ഏതാ? ചുവപ്പ് റോഡാണ് പിള്ളേരെ, റോഡ്. ഓക്കെ, ചുവപ്പ് റോഡാണ്. അപ്പോഴ് ഏത് വരും? 4 വരും. ഓക്കെ, റോഡിൽ അപകടം ഉണ്ടായി ചോരയൊക്കെ വീണെടുക്കുന്ന ചുവപ്പ് ഓർത്ത് വെച്ചിരുന്നാൽ കേട്ടാ. ആക്സിഡന്റ് ബ്ലഡ് ഒക്കെ ഓർത്ത് വെച്ചിരുന്നാൽ, റോഡിൽ ആക്സിഡന്റ് നടക്കുമ്പോൾ ബ്ലഡ് വീടുന്ന ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ. അടുത്ത ഡി കറുപ്പ് ഏത് വരും? കറുപ്പ് തീവണ്ടി പാത അല്ലേ? ഓക്കെ, കറുപ്പ് തീവണ്ടി പാത. ഓക്കെ, അതായത് ഡി 2. ഓക്കെ, അപ്പോഴ് A 1, B 3, C 4, D 2. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ശരി. അപ്പൊ 40 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വലിയ